ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അതായത് നിങ്ങളോടൊപ്പം നടക്കുന്നത് പോലെ തോന്നുന്ന എന്നാൽ അകത്ത് വേറെ എനർജിയുള്ള ആരെങ്കിലും ഉണ്ടോ, അവർ നിങ്ങളെ പറ്റിക്കുകയാണോ എന്നൊരു കണ്ടെത്തലാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മളിവിടെ നോക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് 3, കിങ് ഓഫ് വൺസ്, 3 ഓഫ് കപ്സ്, ടെമ്പറൻസ്, പേജ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, ഏസ് ഓഫ് പെന്റക്കിൾസ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആദ്യം നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത്. വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോയൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളെ വിശ്വസിച്ചാൽ അവസാനം വരെ നിൽക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങളോട് കൂടെ നടക്കുന്നവർക്ക് നിങ്ങളെ ഈസി ആയിട്ട് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നും നമുക്കിവിടെ ഈ ഒരു നൈറ്റ് ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവത്തെ പലരും ഉപയോഗിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഒടുവിൽ പെയിൻ ആകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെയധികം സ്വീറ്റായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരാൾ ഇവിടെ നിങ്ങളോട്, നമുക്ക് മൂൺ കിട്ടിയിട്ടുണ്ട്, ഫുള്ളി ട്രൂത്ത് പറയുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി മറച്ചു വെക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു വ്യക്തിയുടെ അവരുടെ ആ ഒരു ഉദ്ദേശം ക്ലീൻ അല്ല എന്നും ഈ ഒരു കാർഡ് നമുക്കിവിടെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ നിങ്ങൾ കാണുന്നത് ആ ഒരു വ്യക്തിയുടെ, നിങ്ങൾ കാണുന്ന ഒരു മുഖമൊന്ന്, പക്ഷെ ആ ഒരു വ്യക്തിക്ക് മറ്റൊരു റിയൽ ഫേസ് ഉണ്ടെന്ന് നമുക്കിവിടെ ഈ ഒരു മൂൺ കാർഡിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ ഇതിനെക്കുറിച്ചെല്ലാം ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പലതവണ ഇത് തോന്നിയിട്ടുണ്ട്, ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ എന്നൊക്കെയുള്ളൊരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയതായിട്ടൊക്കെയുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവിടെ ചില വ്യക്തികളൊക്കെ നിങ്ങളെ സൈലന്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു കിങ് ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ചിലരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തി, നമുക്ക് 3 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെയുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടി അവർ ചിരിച്ചു നിൽക്കുന്നു. പക്ഷേ മനസ്സിൽ, അതായത് നിങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ ചിരിച്ചു നിന്നിട്ട് അതായത് നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടെ നിന്ന് ചിരിച്ചിട്ട് പിറകിൽ നിന്നും നിങ്ങൾക്ക് ഒരു, എന്താ പറയണ്ടേ, പിറകിൽ നിന്ന് നിങ്ങളെ കുത്തുന്ന ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, നമുക്കിവിടെ ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഇത് നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് ഒന്ന് ക്ലിയർ ആക്കുക എന്നും ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആ ഒരു സ്വഭാവം തീർച്ചയായിട്ടും യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മറ്റൊരു സന്ദേശമായിട്ട് ഇവിടെ പറയുന്നത്, ഈ ഒരു സമയത്ത് നിങ്ങൾ കാമായിട്ടിരിക്കുക, എടുത്തുചാടി ഒന്നും പ്രതികരിക്കേണ്ട. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിയെ, അതായത് ആ ഒരു വ്യക്തിയെ പേജ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. വളരെയധികം ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാണുന്നത് വളരെയധികം ഇന്നസെന്റ് ആണ്, നല്ല വ്യക്തിയാണ്, വിശ്വസിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചില സമയങ്ങളിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തിക്കൊരു കുട്ടിത്തം, അതായത് ഒരു കുട്ടിത്തം ആ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ പക്വതയില്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കമായി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യമൊന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ ഒരു വ്യക്തിക്ക് 2 മുഖം ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നമുക്കിവിടെ ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, അതായത് ഇവിടെ ഇതൊരു പവർഫുൾ ട്രൂത്ത് കാർഡാണ്. തീർച്ചയായിട്ടും എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങൾ അറിയുവാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സൈലന്റ് ഒബ്സർവേഷനിൽ ആണെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരിക്കൽ എന്ന് പറയുമ്പോൾ അതിനിനി ഒരുപാട് സമയമൊന്നുമില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെയാണ് കാണുന്നത്. അതിനിനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ഈ ഒരു ഹെർമിറ്റ് കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ അവർ ചെയ്താലും, എന്തൊക്കെ അവർ കാട്ടിയാലും നിങ്ങളെ ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് തകർത്ത് കളയുവാനായിട്ട് സാധിക്കില്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ സേഫ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പം മണി ആയാലും നിങ്ങളുടെ എനർജി ആയാലും നിങ്ങളുടെ സമാധാനമായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ആയാലും എല്ലാ കാര്യങ്ങളും വളരെയധികം സേഫായി ഇരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾ തകർന്നു പോകില്ല. കാരണം ദൈവത്തിൻ്റെ സംരക്ഷണം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റെബിലിറ്റി ഡിവൈൻ പ്രൊട്ടക്ഷനിൽ ആണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ ആരാണോ പറ്റിക്കുവാൻ നോക്കുന്നത് ആ ഒരു വ്യക്തി തന്നെ ഫെയിലായി പോകുമെന്നാണ് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഫെയിൽ ആകില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. ചില വ്യക്തികളുടെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾ ഉടൻ തന്നെ തിരിച്ചറിയുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരോ നിങ്ങളെ ഈ ഒരു സമയത്ത് പറ്റിക്കുവാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് അതിനു മുൻപ് തന്നെ നിങ്ങളെ രക്ഷിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സത്യം അറിയും. അപ്പോൾ നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാം ആളുകളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 2 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ സേഫാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.